ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛൻ സച്ചിയെ കെട്ടിപ്പിടിച്ച് ആ മകൻ്റെ സ്നേഹവും അല്ലെങ്കിൽ ആ മകൻ്റെ ആ ഒരു ഇതൊക്കെ അനുഭവിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇതേ സമയത്ത് അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹം കണ്ട് രേവതി കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിഷു ആണല്ലോ. അപ്പോൾ നമ്മുടെ അച്ചമ്മ കണി വെച്ചിട്ട് അച്ചമ്മ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരിക. എല്ലാവരുടെയും കണ്ണടച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ആദ്യം നമ്മുടെ ചന്ദ്ര രവിയേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. അവരിതേ കണി കണ്ടു. അതിനുശേഷം മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്ര ചെല്ലുമ്പം ശ്രുതിയുടെ കണ്ണും പൊത്തിപ്പിടിച്ചിറങ്ങി വരുമോ. ഇടീ എന്നും പറഞ്ഞ് അങ്ങ് ചെന്നു. മാറടി അങ്ങോട്ട്, എനിക്കറിയാം എൻ്റെ മോനെ കൊണ്ടുപോകാനെന്നും പറഞ്ഞ് ശ്രുതിയെ തള്ളി മാറ്റിയിട്ട് ശ്രുതിയെയും കൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ സൂക്ഷിച്ച് പോണേ മോനെ, ഞാൻ സൂക്ഷിക്കുന്നൊക്കെ ഉണ്ടമ്മേ എന്ന് പറഞ്ഞ് ശ്രുതി. പിന്നെ അങ്ങനെ അവരും ചെന്ന് കണി കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിയും കൊണ്ട് വരിക. അങ്ങനെ എനിക്ക് രാവിലെ ഓട്ടം പോകാനുള്ള ഉറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ മിണ്ടായിരിക്കും എന്ന് പറഞ്ഞ് രേവതി കൊടുന്ന് സച്ചിയും കണി കാണിച്ചു. അപ്പോൾ തൊഴുത് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ ശ്രീകാന്തിനെയും കൊണ്ട് വന്നു. അങ്ങനെ അവരും കണി കണ്ടു. അങ്ങനെ അവരെല്ലാവരും കണി കണ്ടു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക. അപ്പം അച്ചമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാവരും കൈനീട്ടം വാങ്ങിച്ചു. അപ്പോൾ എല്ലാവർക്കും കൈനീട്ടം കിട്ടിയല്ലോ അല്ലേ. ഈ വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞതും ആവട്ടെ എന്ന് അച്ചമ്മ ഇങ്ങനെ എല്ലാവരോടും പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ശ്രുതിക്കും ഭയങ്കര സന്തോഷം. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ ചേർന്നൊരു സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പം ഭക്ഷണം റെഡിയാക്കണ്ടേ, സെൽഫി എടുത്തുകൊണ്ട് നിന്നാൽ മതിയോ എന്ന് അച്ഛൻ ചോദിച്ചു. ശരിയാണെന്നും പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഇന്ന കാര്യം എന്നും പറഞ്ഞ് ഓരോന്ന് ഏറ്റെടുത്തു. ഓരോ പാചകത്തിൻ്റെ ഓരോ വിഭവങ്ങൾ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അവിടെ നല്ലൊരു അടിപൊളി സദ്യ ഉണ്ടാക്കുവാണ്. എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചു നമ്മുടെ അച്ചമ്മ. അപ്പോൾ അച്ചമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അത് കുറച്ചിടെ ഇത് കുറച്ചിടെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം ഇന്നത്തെ പാചകം ഉണ്ടല്ലോ, ചില്ലറ പാചകമൊന്നും അല്ല. ഈ സാമ്പാർ റെഡിയായി കഴിഞ്ഞാൽ അടുത്തത് അവിയൽ, അത് കഴിഞ്ഞ് പിന്നെ തോരൻ, അത് കഴിഞ്ഞ് പച്ചടി കിച്ചടി. അപ്പം എൻ്റെ കൈപ്പുണ്യം ഇവന് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതായത് ശ്രീകാന്തിനെ പറ്റി. അപ്പം നിൻ്റെ അല്ല എൻ്റെ ആണെന്ന് അച്ചമ്മ പറഞ്ഞു. അത് കറക്റ്റാ, ഞാനല്ല അച്ചമ്മയെന്ന് ശ്രീകാന്ത് അച്ചമ്മയോട് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. ശ്രുതി തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുക. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ എല്ലാ കറികളും ഉണ്ടാക്കി എല്ലാവരും സദ്യവട്ടവും ഒരുക്കി സദ്യയും ഉണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സദ്യയൊക്കെ ഉണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സിലെ തീയ, എൻ്റെ ഈശ്വരാ, ഇനിയും അമ്മ എൻ്റെ മേലെ മെക്കിട്ട് കയറാൻ നിൽക്കുമോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, ഇതായിരുന്നു എൻ്റെ വിഷു, എൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിമോൾ അവിടെ ഇരിക്കുന്നു. പിന്നെ രാത്രിയായി. അപ്പോഴേക്ക് രേവതി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സച്ചി പോയിച്ചു വന്നു. അപ്പോൾ അച്ഛമ്മ ഇന്ന് കൊണ്ട് വീടുണ്ടായിരുന്നു എന്ന് രേവതി സച്ചിയോട് പറയുവാണ്. ഇന്ന് പോകണ്ടാന്ന് ഞാനും പറഞ്ഞതാ, പക്ഷേ കേൾക്കണ്ടേ, ഞാനെന്നാ ചെയ്യാനാണെന്ന് ചോദിച്ചു. അച്ഛമ്മ കൂടെയുള്ളപ്പോഴേ ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ സച്ചേട്ടാന്ന് ചോദിച്ചേ. അതെ, അത് നീ പറഞ്ഞ സത്യ, അത് കുറേ കാലം അനുഭവിച്ചതാണല്ലോ ഞാൻ, അപ്പം പിന്നെ എനിക്കത് മനസ്സിലാകുമെന്ന് പറഞ്ഞു. സച്ചേട്ടാ ശരിക്കും ഭാഗ്യവാനാട്ടോ. അതെന്താ? എനിക്കതിൽ ശരിക്കും അസൂയുണ്ട് സച്ചേട്ടനോട്. അതെന്തിനാ അസൂയ? അല്ല, എനിക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു അച്ചമ്മയെ കിട്ടിയത്, സച്ചേട്ടന് മുമ്പേ ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ആ അച്ചമ്മയ്ക്ക് ഇപ്പോഴേ എന്നോടുള്ളതിനേക്കാളും സ്നേഹം നിന്നോടാണല്ലോ, അതിൻ്റെ അസൂയ എന്തായാലും എനിക്ക് നിന്നോടും ഉണ്ടെന്ന് സച്ചി. എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ നിൽക്കുക. ഇന്നത്തെ ദിവസം നിൻ്റെ അമ്മയും അനിയനും കൂടെ ഇവിടെ വരേണ്ടതായിരുന്നു എന്നും ഞാൻ നേരിട്ട് വിളിച്ചിട്ട് അവർ വന്നില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തില്ലേ, അത് മതി സച്ചേട്ടാ, ഇവിടെ വന്നാൽ നല്ലൊരു ദിവസമായിട്ട് അമ്മയ്ക്ക് വെറുതെ കരയേണ്ടി വരും, ഓരോന്ന് പറഞ്ഞ് അപമാനിച്ച് ഇറക്കി വിട്ടാനെ സച്ചേട്ടൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് മുമ്പേ അമ്മയെ വിളിച്ചിരുന്നു, അവർ വളരെ ഹാപ്പിയാണെന്നും പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച്, നീ ഇന്ന് ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു സച്ചി. ഇന്ന് മാത്രമല്ല, സച്ചിയേട്ടൻ കൂടെ ഉള്ളത് കൊണ്ടേ ഞാൻ ഇന്ന് ഹാപ്പിയാണെന്ന് രേവതി സച്ചിയോട് പറയാം. അന്നേരം എന്നെ കൂടിയാ സച്ചിയേട്ടൻ ഇന്ന് കണി കണ്ടത് കേട്ടോ എന്ന് പറഞ്ഞു. സച്ചിയേട്ടൻ്റെ ഈ വർഷം എങ്ങനെയാകുമെന്നേ നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞു. അപ്പം കണി കാണുമൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ ഉള്ളപ്പോഴേ എല്ലാ ദിവസവും എനിക്ക് ഐശ്വര്യം നിറഞ്ഞതാണെന്ന കാര്യം പറയുവാണ് സച്ചി. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച് പുതിയ വർഷം പിറന്നെന്നും എനിക്ക് ചെറിയൊരാഗ്രഹം ഉണ്ടെന്നും രേവതി പറയാം. അപ്പോൾ ചെറുതാക്കണ്ട, വലിയ ആഗ്രഹം തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. അന്നേരം ഞാനത് പറയട്ടെ എന്ന് ചോദിച്ചു. നീ ഒന്ന് പറയുന്നേ, ഞാൻ കേൾക്കട്ടെ. എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് രേവതി സച്ചിയോട് പറയാം. അപ്പോൾ സച്ചി അന്തം വിട്ടിങ്ങനെ നോക്കുക രേവതി, ഒരു ചിരിയും ചിരിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. നിൻ്റെ ഈ ആഗ്രഹം അത് ഉറപ്പായിട്ട് നടക്കും രേവതി എന്ന് സച്ചി അന്നേരം പറയാം.
സമയമായിന്ന് എനിക്കും തോന്നിയിരുന്നു എന്നും സച്ചി പറയാം. ഈ വീട്ടിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞ് നമ്മുടേത് തന്നെ ആയിരിക്കുമെന്ന് സച്ചി പറയുമ്പം അതിനെ ഈശ്വരാനുഗ്രഹം കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും ദീർഘ നിശ്വാസമൊക്കെ വിട്ട്. അങ്ങനെ ഞാൻ അമ്മ, സച്ചേട്ടൻ അച്ഛൻ. നല്ല രസമായിരിക്കല്ലേ? അങ്ങനെ സച്ചിയും രേവതിയും സ്വപ്നങ്ങളൊക്കെ കണ്ടിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രുതിയാട്ടോ. ശ്രുതി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് പിന്നെയും കോൾ വരുന്നു. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കോൾ എടുക്കുക. ഹലോ, ആരാന്ന് ചോദിച്ചു. അന്നേരം ശ്രുതി, ഞാൻ വർഷയുടെ അമ്മ മഹിമയാന്ന് പറഞ്ഞു. പറയാം ആൻറ്റി, എന്താ, എന്തു പറ്റി? ആകെ ഡള്ളാണെന്ന് തോന്നുന്നല്ലോ, എന്താ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അന്നേരം ഒന്നുമില്ല ആൻറ്റി, കുഴപ്പമൊന്നുമില്ല, ചെറിയ തലവേദനയും ജലദോഷവും ഉണ്ട്, അതാണെന്ന് ശ്രുതി പറയാം. അപ്പം അതൊന്നുമല്ല, വേറെയാണ് വിഷയം അല്ലേ? ഞാനെല്ലാം അറിഞ്ഞു കേട്ടോ. എന്തറിഞ്ഞു എന്ന്? അല്ല, നിന്റെ ഹസ്ബൻഡ് ശ്രുതിക്ക് കടയിട്ട് കൊടുത്തത് നിന്റെ അച്ഛൻ്റെ കാശ് കൊണ്ടല്ലേ എന്ന് മഹിമ ശ്രുതിയോട് ചോദിക്കാം. നാറി, മൊത്തം നാറിയെന്ന് മനസ്സിലായി നമ്മുടെ ശ്രുതിക്ക്. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പണിത കാശ് ആ പെണ്ണിനെ കൊടുത്തത് നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചല്ലേ? ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെ കാശുകൊണ്ടാണ് നിങ്ങൾ കട തുടങ്ങിയതല്ലേ? എന്നിട്ട് ഓരോ കള്ളവും പറഞ്ഞു നിങ്ങൾ അല്ലേ എന്നൊക്കെ മഹിമ ഇങ്ങനെ ശ്രുതിയെ കളിയാക്കി ചോദിക്കാം. മലേഷ്യയിലെ കോടീശ്വരൻ്റെ മകളെന്ന് പറഞ്ഞ് ചന്ദ്രമതി തലയെ കയറ്റിക്കൊണ്ട് നടക്കുമായിരുന്നല്ലോ. സത്യം പറഞ്ഞ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ കട തുടങ്ങിയതെന്നോ ഞാൻ കരുതിയിരുന്നതെന്നൊക്കെ മഹിമ നിന്ന് കളിയാക്കി പറയുന്നു. ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നു, ഞാൻ കരുതിയില്ലല്ലോ എന്നും പറഞ്ഞു. പിന്നെ വീട്ടിലെല്ലാവരും അറിഞ്ഞല്ലേ, ആകെ നാണക്കേടായി പോയല്ലേ? അപ്പം ആൻറ്റി പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ഇപ്പോൾ മനസ്സിനൊരു കുളിർമയൊക്കെ കിട്ടി കാണുമല്ലേ? കുളിർമ കിട്ടാനോ? എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതേ എൻ്റെ ഫാമിലിയിൽ നടന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഫാമിലിയിൽ നടന്ന വിഷയത്തിൽ തലയിടാൻ നിങ്ങളാരാണെന്ന് ചോദിച്ചു. ശ്രുതി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ നിന്നെയും കാണുന്നത്. നിങ്ങൾ എങ്ങനെ എന്നെ കാണുന്നതെന്നും എന്തുദ്ദേശത്തിലാണ് നിങ്ങളിപ്പോൾ ഇതെന്നോട് പറഞ്ഞതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എന്തെങ്കിലും നടന്നാൽ അപ്പം തന്നെ നിങ്ങളുടെ മോള് നിങ്ങളെ വിളിച്ച് പറയുമല്ലോ അല്ലേ എന്നും വർഷയെ പറ്റി പറയുകയാണ് ശ്രുതി. എരുതിയിൽ എണ്ണ ഒഴിക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരികയും ചെയ്യുമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ശ്രുതി ഇവിടുന്ന് കിട്ടേണ്ടത് കിട്ടിയാൽ ചമ്മി നാറി നിങ്ങൾ ഇറങ്ങി പോവുകയും ചെയ്യുമല്ലോ. നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ശ്രുതി മഹിമയെ ചോദിച്ച് കളിയാക്കണം, അല്ലെങ്കിൽ ചൂടാവുന്നു. ഈ വിഷയം ആളി കത്തിക്കാനായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാ വേറൊരു ശ്രുതിയെ നിങ്ങൾ കാണും. ഫോൺ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് വേറെ കോൾ വന്നു. ഞാൻ വിളിക്കാം കേട്ടോ, 12-ാം തീയതി. ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഡി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വന്നു. അപ്പോൾ എന്താ ആൻറ്റി, ആരോടെ എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നിനക്ക് അറിയില്ലല്ലേ ഡി എന്ന് ചോദിച്ചു. എന്താ ആൻറ്റി, എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നിനക്ക് മനസ്സിലാവത്തില്ലടി, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിനയിക്കുന്നു നീ അല്ലേ? അതാണല്ലോ പിന്നെ പണ്ടേ നിനക്ക് ശീലം. അപ്പോൾ രേവതി അതുവഴി വരുമ്പോൾ ഈ ശബ്ദങ്ങൾ കേട്ട് നിൽക്കും. വർഷയുടെ അമ്മയോട് നീ എന്തിനാടി മര്യാദയില്ലാണ്ട് സംസാരിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി നോക്കുമ്പോൾ രേവതി പുറകിൽ വന്ന് നിൽക്കുക. മൊത്തത്തിൽ പെട്ടല്ലോ എന്ന് ശ്രുതിക്ക് മനസ്സിലാവും. അപ്പം നീ ഇങ്ങോട്ട് നോക്കടി, എൻ്റെ മുഖത്തേക്ക് നോക്കടി, നിന്നോടല്ലടി ഞാൻ ചോദിക്കുന്നത്, നീ മറുപടി പറയടി എന്നൊക്കെ പറയുമ്പം ആൻറ്റി ഞാൻ മര്യാദയില്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല, അവരാവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ്, ഇതിൽ നിങ്ങൾ തലയിടേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ശ്രുതി പറയാം. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആൻറ്റി എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ കുടുംബ വിഷയമാണ്. അപ്പം മഹിമ ആരാടി? ഇപ്പം രേവതി ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. പറയടി അവൾ ആരാണെന്ന്. ആരാടി എന്നും ചോദിച്ചുകൊണ്ട് വെച്ച് വയ്ക്കുന്നു. അവളെ ഈ കുടുംബത്തിലെ ഒരംഗമാണ്. നീ ചെയ്ത കള്ളത്തരം അവൾ അറിഞ്ഞു, അതവൾ ചോദിച്ചു. അതിനിപ്പോൾ എന്താണ് ഇത്ര തെറ്റുള്ളത്? നിന്നെപ്പോലെ കള്ളത്തരവും ചതിയും വഞ്ചനയും കൊണ്ടു നടക്കുന്ന ആളൊന്നും അല്ല മഹിമ. മാന്യമായി ബഹുമാനത്തോടെ സംസാരിക്കണം. ഇനി മേലാൽ ഇങ്ങനെ മിണ്ടിയെന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. നിന്നെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ എനിക്കറിയാടിയെന്നും പറഞ്ഞ് ചന്ദ്ര ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അപ്പോൾ ചന്ദ്ര അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ആകെ ചമ്മി വിളറി നാറി നിൽക്കും. അപ്പോൾ രേവതി ഇതൊക്കെ കേട്ടല്ലോ, അതാണ് ശ്രുതിയുടെ ഏറ്റവും വലിയ മെയിൻ നാണക്കേട്. ശ്രുതി ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നു. രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും രേവതിയും വർഷയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്തേക്ക് ഈ ശ്രുതി പറഞ്ഞു ചെല്ലുക. എടി വർഷ, എന്താണ് ഇതിൻ്റെ വിചാരം എന്ന് ചോദിച്ചോ. അപ്പോൾ എനിക്ക് പല വിചാരങ്ങളും ഉണ്ട്, അതൊക്കെ എന്തിനാ ഇപ്പോൾ ചേച്ചി അറിയുന്നതെന്ന് വർഷ ചോദിച്ചു. നീ എന്നെക്കുറിച്ച് നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തത്? നിങ്ങളെക്കുറിച്ച് പറയാനോ? എന്ത് പറഞ്ഞു ഒന്നും നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിച്ചു. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നീ എന്തിനാ നിൻ്റെ അമ്മയോട് പറയുന്നേ? അതോ, നിങ്ങളുടെ മുറിയിൽ വെച്ച് നടന്ന നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മറഞ്ഞു നിന്ന് കേട്ട് ആരോടും പോയി പറഞ്ഞിട്ടില്ല എന്ന് വർഷം അന്നേരം പറയുക. ഈ വീട്ടിലെ ഹോളിൽ എല്ലാവർക്കും മുന്നിൽ വെച്ച് നടന്ന കാര്യമാണ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത്. അതിനിപ്പോൾ എന്താ?
വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ പുറത്തുള്ളവരെ അറിയിക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോൾ ശ്രുതി, വർഷയുടെ അമ്മ പുറത്തുള്ള ആളല്ല, ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയാണെന്ന് രേവതി അന്നേരം പറഞ്ഞു. അന്നേരം രേവതി, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, നീ ഇതിൽ ഇടപെടണ്ടെന്ന് ശ്രുതി. അന്നേരം ഇടപെടും, എൻ്റെ മുന്നിൽ വെച്ചല്ലേ നീ സംസാരിക്കുന്നേ, ഇവളെൻ്റെ അനിയത്തിയാ, ഞാൻ ഇടപെടുമെന്ന് രേവതി പറഞ്ഞു. നീ എന്ത് ചെയ്യുമെന്നും രേവതി ചോദിച്ചു. എന്താ ഇപ്പം നിങ്ങളുടെ പ്രശ്നമെന്ന് വർഷ ചോദിച്ചു. നിൻ്റെ അമ്മ എന്നെ വിളിച്ച് അതും ഇതൊക്കെ പറഞ്ഞു, പിന്നെ ഷോറൂം തുടങ്ങിയത് അച്ഛൻ്റെ കാശ് കൊണ്ട് അല്ലല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് വർഷ പറയാം. ഉടനെ ആൻറ്റിയെ വിളിച്ചത് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ആൻറ്റി എൻ്റെ തലയിൽ വന്ന് കയറി എന്നെ വഴക്കും പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷ ചിരിച്ചു. ഓ, അതാണോ പ്രശ്നം? എടി എന്താടി നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി വർഷയുടെ ഒച്ച വയ്ക്കാം. അപ്പം എന്നെ വിളിച്ചതൊക്കെ ചോദിക്കിട്ട് ആവശ്യം എന്താ അവർക്ക്? അതിൻ്റെ കാര്യം എന്താ അവർക്ക്? എല്ലാത്തിനും ഒരു പരിധിയുണ്ട് വർഷേ, എൻ്റെ കാര്യത്തിൽ തലയിടണ്ടെന്ന് അവരോട് നീ പറഞ്ഞേക്കാൻ പറഞ്ഞു. ഹലോ, കൂൾ ഡൗൺ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഫോൺ വിളിച്ചപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷമെന്ന് അമ്മ എന്നോട് ചോദിച്ചു. ഞാനിവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ എന്താണെന്ന് വർഷ ചോദിച്ചപ്പം അവരോട് നീ നിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി, എന്നെക്കുറിച്ച് എന്തിനാ പറയുന്നതെന്ന് ചോദിക്കാം. ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാരോട് ചെന്ന് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. വീട്ടുകാരോ? അതിന് നിങ്ങൾക്ക് വീട്ടുകാരൊക്കെ ഉണ്ടോ എന്ന് വർഷ ശ്രുതിയോട് ചോദിക്കാം. ദേ കിടക്കുന്നു. ആകെ ഒരു അച്ഛനുണ്ട്, അദ്ദേഹം ആണെങ്കിൽ ജയിലിലും. അദ്ദേഹത്തോട് എങ്ങനെ പറയാനാണെന്ന് ചോദിച്ചപ്പോൾ രേവതി ഇങ്ങനെ വർഷ പറഞ്ഞത് ശരിയാണെന്ന് രേവതിയും പറഞ്ഞു. എന്താ രണ്ടും കൂടി ചേർന്ന് തന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേ, കളിയാക്കാൻ്റെ വർത്താനം പറഞ്ഞു. ആ കളിയാക്കുക തന്നെ ചെയ്യുമെന്ന് വർഷ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നിൻ്റെ അമ്മ എന്തിനാടി എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യം? അത് അമ്മയോട് പോയി ചോദിക്കുക, അല്ലാതെ പിന്നെ ഞാനെന്താ ഇതിനകത്ത് പറയേണ്ടതെന്ന് വർഷ ചോദിക്കുവാണ്. അമ്മ പറഞ്ഞതൊക്കെ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് കളഞ്ഞേക്കുക, അല്ലാണ്ട് എന്നോട് വന്ന് എന്തിനാ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്നും ചോദിച്ചു. അല്ലെങ്കിലും അമ്മ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ കള്ളത്തരം കാണിച്ചതിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അമ്മ മാത്രമല്ല നാട്ടുകാർ മുഴുവനും അത് പറയുന്നുണ്ട്. സത്യം പറയാലോ, നിങ്ങളൊരു ഭൂലോക കള്ളിയാ. ഞാനേ ഡബ് ചെയ്യുന്ന സീരിയൽ സിനിമയിൽ പോലും ഇങ്ങനെ ഒരു ക്യാരക്ടറെ കണ്ടിട്ടില്ല എന്ന് പറയും. ഇതേ വർഷ കിടന്ന് ആലാറണ്ട എന്ന് വർഷ. ഹേയ്, വർഷ പറഞ്ഞത് ശരിയല്ലേ എന്ന് രേവതിയും ചോദിച്ചു. പിന്നെ വർഷ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണല്ലോ നീ അവളോട് സംസാരിക്കുന്നത്. നീ ചെയ്ത കാര്യമല്ലേ അവൾ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ചെയ്ത കള്ളത്തരം മറ്റാരും അറിയാൻ പാടില്ല, അപ്പം മാത്രം നാണക്കേട്. അത്രയ്ക്ക് നാണവും മാനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ കള്ളത്തരം കാണിക്കുന്നത് മുന്നേ അത് ആലോചിക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ശരി, ഞാൻ തെറ്റ് ചെയ്തു. നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞാനൊരു മോശം പെണ്ണ് തന്നെയാണ്, അത് ഞാൻ സമ്മതിച്ചു. എന്താ പോരേന്ന് ചോദിച്ചു. എൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, അത് ഇന്നത്തോടെ നിർത്തിക്കോളണമെന്ന് പറഞ്ഞപ്പോൾ ഇടപെടുമെന്ന് രേവതി. നീ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇടപെടുമെന്ന് രേവതി ശ്രുതിയോട് പറയാം. പിന്നെ നീ കള്ളത്തരം കാണിച്ച് ചതിച്ചതേ ഈ കുടുംബത്തെയാണെന്ന് രേവതി പറയുമ്പോൾ എന്നും പറഞ്ഞു നിൽക്കുക ശ്രുതി. നിങ്ങൾ ഈ കാണിക്കുന്നതേ എന്നോടും എൻ്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല, ഇവിടുത്തെ ആൻറ്റിയോടുള്ള ദേഷ്യമാണെന്നും ആൻറ്റിയുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടുന്നുണ്ടല്ലോ എന്നും വർഷ പറയുകയാണേ. മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ടായില്ലേ, തലയിൽ കൊണ്ട് നടന്ന ആളെ ഇപ്പോൾ തറയിലിട്ട് ചവിട്ടി മെതിക്കല്ലേ, അവരോടുള്ള ദേഷ്യമാണ് നിങ്ങൾ ഞങ്ങളോട് തീർക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് വർഷ ശ്രുതിയോട് പറയണം. പിന്നെ കോടീശ്വരൻ്റെ മകളാണെന്നൊക്കെയാണ് പറയുന്നത്, എന്നിട്ടോ ഇവിടുത്തെ അച്ഛൻ്റെ 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കളിയാക്കുക വർഷ. ആ നീലിമ നിങ്ങളെക്കാളും എത്രയോ ഭേദമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വർഷ വേണ്ട, നിർത്തുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുന്നു വർഷ ശ്രുതിയോട് ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേഴ്സണൽ വിഷയത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് ശ്രുതി ചോദിക്കാം. നിങ്ങളെക്കുറിച്ച് പുറത്ത് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ വിട്ടേക്ക്. ദേ എൻ്റെ കാര്യത്തിൽ ഇനി തലയിടാൻ വന്നേക്കരുത്. നിങ്ങൾ പോയേ നിങ്ങളുടെ ജോലി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഏയ് നിൽക്കവിടെ എന്ന് പറഞ്ഞു വർഷ. ഞങ്ങളുടെ ജോലി നോക്കിയാണ്, കള്ളത്തരം കാണിക്കലല്ലേ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു വർഷ അവിടെ നിന്ന് പറയുമ്പോൾ വർഷ നീ വിട്ടേക്കാൻ പറഞ്ഞു. എന്തിനാ അവളോടൊക്കെ സംസാരിച്ച് സമയം കളയുന്നതെന്ന് ചോദിച്ചു രേവതി. കുറച്ച് ഓവറല്ലേ ചേച്ചി അവർ, എന്നോട് ആരും ഇങ്ങനെ ഒച്ച വെച്ചൊന്നും സംസാരിക്കാറില്ല എന്ന് വർഷ നേരം പറഞ്ഞു. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുക. ഇനി എന്നോട് അവരിങ്ങനെയൊക്കെ സംസാരിച്ചാലുണ്ടല്ലോ ഞാൻ ആരാണെന്ന് അവർ അറിയും, പേരും കള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷ. രേവതി ഇങ്ങനെ നിൽക്കുന്നു. രേവതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. വർഷ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ വർഷയിൽ നിന്ന് അങ്ങനെ ഫുഡ് കിട്ടും, എത്ര നേരമായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അടുക്കളയിലുള്ളത് രേവതി എടുത്തിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നതെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ശ്രുതി വേഗം എടുക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇവരിങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. അപ്പം ചന്ദ്ര വന്നപ്പോൾ ശ്രുതി ഇവർക്ക് കൊടുത്തോണ്ടിരിക്കില്ലേ. എന്താണ് ഇത്ര വൈകിയേ, നീ എന്തെടുക്കായിരുന്നു അടുക്കളയിലെന്ന് ചോദിച്ചു കേട്ടോ ചന്ദ്ര.
വേറെ ജോലി എടുക്കണം എന്ന് വിചാരിച്ച് നീ കരുത്തിക്കൂട്ടി വൈകിച്ചതല്ലേന്ന് ചോദിച്ചു. വീട്ടുകളെ ചെന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി ഉണ്ടാക്കിയ ഭക്ഷണം ഇവർക്കൊക്കെ കൊടുക്കുകയാണ്. അല്ല, എവിടെ സച്ചി രേവതിയും? അവർക്ക് ഫുഡൊന്നും വേണ്ടേ? അതെന്താ? അല്ല അമ്മേ, അവർ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. എടി, അവരപ്പോൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അല്ല, ഞാനെന്തിനാ അവരെ വിളിക്കേണ്ട ആവശ്യം? അവർ വന്നോളൂ എന്ന് ശ്രുതി പറയുമ്പോൾ ശരി, നീ വിളിക്കണ്ട, നീ അവർക്ക് 2 പേർക്കുള്ള ഭക്ഷണം എടുത്ത് അവരുടെ മുറിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ചന്ദ്ര. ഈശ്വര എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അമ്മയ്ക്ക് എന്നെ പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്താം കേട്ടോ. ടാറ്റാ.